ചുണ്ടിൽ പാൽപുഞ്ചിരിയും മുറിച്ചുമാറ്റപ്പെട്ട വലതുകൈയിൽ കൃത്രിമ കൈയുമായി അവളെത്തി. 5.5 മാസം കാണാതെ പോയ കളിക്കൂട്ടുകാരെ കണ്ട് സസന്തോഷം വിനോദിനി സ്വന്തം വിദ്യാലയത്തിന്റെ പടികൾ ചവിട്ടിക്കയറി. ഇനി വേദനകളും തർക്കവിതർക്കങ്ങളും ഇല്ലാത്ത പഠനകാലം. 2025 സെപ്റ്റംബറിൽ വീട്ടുമുറ്റത്ത് വീണ് പരിക്കേൽക്കുമ്പോൾ അത് നീണ്ട കഥനയാത്രയുടെ ആരംഭമാകുമെന്ന വിനോദിനി എന്ന കൊച്ചുമിടുക്കിയും ആ കുടുംബവും ഓർത്തിരിക്കില്ല. പരിക്കേറ്റ കൈയുമായി ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്കുള്ള ഓട്ടം. കുട്ടിയുടെ കൈയിലെ വേദനയും മുറിയും ദിവസങ്ങൾക്കുള്ളിൽ ഭേദമാകുമെന്ന് കരുതിയ കുടുംബത്തിനും നാട്ടുകാർക്കുമാണ് തെറ്റുപറ്റിയത്. ആ 9 വയസ്സ് മാത്രമുള്ള 4ാം ക്ലാസ്സുകാരിയുടെ ഭാവി ജീവിതത്തിലെ വഴിത്തിരിവാവുകയായിരുന്നു ആ വീഴ്ചയും ആശുപത്രി ഏമാന്മാരുടെ ചികിത്സാ വീഴ്ചയും. പാലക്കാട് ജില്ലാശുപത്രിയിലെ ഡോക്ടർമാരുടെ അശ്രദ്ധ പഠിക്കാൻ മിടുക്കിയായ വിനോദിനിയുടെ വലത് കൈയാണ് എന്നേക്കുമായി കവർന്നെടുത്തത്. പിന്നീട് കേരളം മുഴുവൻ ആ വേദന ഏറ്റെടുക്കുകയായിരുന്നു. ഇന്നതെല്ലാം പഴങ്കഥയെന്ന് ധരിക്കാനാണ് വിനോദിനിക്കും അച്ഛൻ വിനോദിനും അമ്മ പ്രസീതയ്ക്കും താൽപ്പര്യം. തിങ്കളാഴ്ച രാവിലെ 9:15 വണ്ടിത്താവളത്തെ വാടക വീട്ടിൽ നിന്ന് പലശന ഒഴുവുപാറയിലെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വിനോദിനിയും മാതാപിതാക്കളും എത്തിയത്. 10 മണിയോടെ ഒഴുവുപാറ ALP സ്കൂളിലെത്തിയ കുട്ടിയെ മുറ്റത്ത് വിനോദിനിയെ കാത്ത് പൊതുപ്രവർത്തകരുടെയും മാധ്യമ ക്യാമറകളുടെയും തിരക്കായിരുന്നു. വിനോദിനിയുടെ മുഖം കാണാൻ, പറയാനുള്ളത് കേൾക്കാൻ, മധുരം നൽകാൻ കെ ബാബു MLA നേരിട്ടെത്തി സമ്മാനിച്ച മിഠായിക്കുപ്പിയിൽ നിന്ന് മിഠായികൾ അവൾ എടുത്ത് കൂട്ടുകാർക്ക് നീട്ടി. അവർ ഒരുമിച്ച് അവ നുണഞ്ഞു. അടിപൊളി നമ്മുടെ മക്കൾക്കാണെങ്കിൽ അത്തരമൊരു വേദന ഉണ്ടാവുമ്പോൾ അത് സഹിക്കാൻ പറ്റുന്നില്ല. പൊതുവെ എനിക്ക് എല്ലാ സഹായവും ചെയ്യാൻ സർക്കാരിൽ നിന്നുള്ള എല്ലാ സഹായവും ഉണ്ടാവും, ചെയ്തിട്ടുണ്ട്, ഇനിയും തുടർന്നും ചെയ്യും കേട്ടോ. പലശന ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവരും അധ്യാപകരും വിനോദിനിയെ സ്വീകരിക്കാൻ സജീവമായി ഉണ്ടായിരുന്നു. സ്കൂൾ കൂട്ടുകാർക്കെല്ലാം വിനോദിനിയെക്കുറിച്ച് പറയാനുമേറെ. ആര് വന്നതില് ആണോ? പ്രാർത്ഥിച്ചല്ലേ? സന്തോഷമായില്ലേ വന്നതില്? UTV ന്യൂസ്, പാലക്കാട്.